ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഏത് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് ഇവന്റ്സ് ചെയ്ത നിന്റെ പേരിൽ ഇതിൽ പെടുന്നു ഇവന്റ്സ് ചെയ്ത ഞങ്ങളൊരു 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? ആതിര എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ, ബൈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് നമ്മുടെ ആതിരയാണ്. ഐശുവിനെ പിക്കാൻ പോകുന്നേ ഉള്ളൂ. ഐശു വരുമോ എന്നുള്ളതും കൂടി അറിയില്ല, എന്നാലും നോക്കാം. അപ്പൊ ഞങ്ങൾ പോകുന്നത് ചാലക്കുടിയിലുള്ള സിൽവർ സ്റ്റോമിലേക്കാണ്. ഉഷാറില്ല നിനക്ക്? അതിനിടയിൽ അവൾക്കൊരു ടെക്നിക്കൽ എറർ പറ്റി. ആദ്യമായിട്ടാണല്ലോ എനിക്ക് വീഡിയോ എടുത്ത് തരണേ. അല്ലാണ്ട് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ആളാട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത്, നമ്മള് സിൽവർ സ്റ്റോമിലേക്ക് പോവാണ്. അപ്പൊ പോണ വഴിക്ക് നമ്മുടെ പിള്ളേരെ പിക്ക് ചെയ്യാനുണ്ട്. അവരെ പിക്ക് ചെയ്യണം. ഞാനുണ്ട്, ആതിരുണ്ട്, ഷെറിനുണ്ട്, ഐഷു ഉണ്ട്, സുമിയുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? സിൽവർ സ്റ്റോമിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോവാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യാ, വീഡിയോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. അത് കഴിഞ്ഞിട്ട് ഗൈസ്, ഐശ്വര്യ എത്രയും പെട്ടെന്ന് വണ്ടി കയറ്റണം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2ാമത്തെ തവണയാണ് പോസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പോയി അവളുടെ ഐഫോൺ ആയതുകൊണ്ട് അവള് എന്താ പറയാ, ടച്ച് ചെയ്തിട്ട് എന്താണ് ബ്ലർ ആയപ്പോ കറക്റ്റ് ആക്കാൻ നോക്കിയതാ. മൊത്തം പൊട്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനിയും ഒരുപാട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഫൺ എലമെന്റ്സും എല്ലാം നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ കണ്ട് പോവാം. പറഞ്ഞ മറക്കണ്ട, ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വേറെന്താ, അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെറിയ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സ് ചാലഞ്ച് ഗെയിം എന്തെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചാലഞ്ച് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താലോ പോണ വയ്ക്കുന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി വണ്ടിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നിങ്ങളും വരെ നമുക്ക് സിൽവർ സ്റ്റോം വരെ പോയിട്ട് വരാം. കാണാൻ വീഡിയോ ഗൈസ്. നോക്കുക ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരു 1/2 മണിക്കൂറായി കഴിഞ്ഞു. ഈ ഐശു ഷെറിന് ഇതുവരെ റെഡി ആയി കഴിഞ്ഞിട്ടില്ല അല്ലേ ആതിര? ബൈതാട്ടോ നമ്മൾ ആതിര ഇത്ര നേരം വീഡിയോ എടുത്ത് പോകണ. അപ്പൊ ഞങ്ങൾ വിശന്നപ്പോ ഞങ്ങൾ നല്ല ചൂട് മുട്ട പപ്സ് കഴി മോളസ് കഴി. നീ സ്ഥിരം ഇവിടെ നിന്ന് കഴിക്കാറുണ്ടല്ലേ? ഞങ്ങൾ പപ്സൊക്കെ കഴിക്കാൻ പോവാണ്. അവരെന്തായാലും എത്താൻ ലേറ്റ് ആവും, നോക്കട്ടെ. എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര മണിക്കൂറാ പോസ്റ്റ് വന്നത്? ബാഗിൻ്റെ ഡിക്കിയിൽ വേടാ, ഡിക്കിയിൽ വേ. ഞങ്ങളിവിടെ എത്തിയപ്പോഴല്ലേ നിങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റത്? പിന്നെ അതിന് മുന്നേ എഴുന്നേറ്റല്ലേ? വെള്ളം എടുക്കാൻ പറയാനായിരുന്നു വിളിച്ചത്. സാരല്ല, നമ്മള് വെള്ളം മേടിക്കാം. പോവല്ലേ? ഇല്ല, വീഡിയോയിലൊന്നുമില്ല. എന്തേ, കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്. ഇല്ല അതിന് എന്തൊക്കെയാ നമ്മുടെ പ്ലാൻ? സാരില്ല. അപ്പൊ പോവല്ലേ? ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി കയറാനുണ്ട് ഗൈസ്. ആരാണ്? എന്നാ നീ ഫോൺ പിടി. നമ്മുടെ കൂട്ടത്തിൽ ഇനി സുമിയാണ് കയറാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം, ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ശരി വെച്ചോ. എന്നാ പപ്സ്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഐശുവിനെ നമ്മൾ ഫ്രണ്ട് ഗേറ്റ് എടുത്തിട്ടുണ്ട്. ഐശു ആണ് ഇനി വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം സിൽവർ സ്റ്റോമിൽ പോയിട്ടുണ്ടായിരുന്നു. അതിരെ കഥ പറ. അയ്യോ, എന്താ പറയണേ, ഇത്ര നേരം വളവള പൊളിച്ചിട്ട് പോയൊരു ട്രിപ്പ് എനിക്ക് അറിയില്ല. അതേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. മഴ, ഇന്റർവ്യൂ ചെയ്യണ പോലെ ഉണ്ടല്ലോ അവിടെ പോകുന്ന ടൈമിലുള്ള കുറെ ഉണ്ടായിപ്പുകള്. ഞാൻ പറയാം, ഇങ്ങനെയൊന്നല്ല പറയണ്ടേ, ഈ ഭയങ്കര ഫോർമലായിട്ടാണ്. അതായത് ഞങ്ങൾ 2 വീലറിനാണ് പോയത്. അന്ന് നല്ല മഴയായിരുന്നു, നല്ല കിടക്കാച്ചി മഴ. ഞങ്ങൾ 4 പേരായിരുന്നു. അന്ന് ഷെറിനില്ല, ഞാൻ, ഐഷു, ആതിര, സുമി, ഞങ്ങൾ 4 പേരായിരുന്നു. എന്നിട്ട് പോണ വഴിയാണെങ്കിലും നമ്മള് വഴിയൊക്കെ ചെറുതായിട്ട് തെറ്റി. നല്ല മഴയുടെ സമയമായിരുന്നു. എന്നിട്ട് ഓർക്കണ്ട, മറ്റേ കുറെ കുഴി പോലെയൊക്കെ ചെളി പോലെയൊക്കെ ആയിട്ട്. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു, മോളെ അതിൽ പോവാൻ പറ്റൂല, ഭയങ്കര സീനാണ്. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡാക്കാണ്ട് ഞങ്ങൾ മഴയത്ത് ചെളിയിലൊക്കെ കൂടി അതവിടെ പോയി. ജീവിതത്തിൽ മരണം ഉറപ്പിച്ച ആ ഒരു നിമിഷം, ഒന്നെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ സമയമായിരുന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കം ഇങ്ങനെ കയറി വരുന്ന ഒരു സമയത്തായിരുന്നു പോയത്. പക്ഷെ അടിപൊളി റെഡ് അലേർട്ട് ആയിരുന്നു. ഞങ്ങള് 2ഉം കൽപ്പിച്ചു പോയതാണ്. സംഭവം സുമിക്ക് എന്തോ 2 പാസ് ഫ്രീ കിട്ടി. അങ്ങനെ ബാക്കി 2 പേർക്കുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോയതാണ്. അതിനുശേഷം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആണെങ്കിലും നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓരോ വീട്ടിലൊക്കെ കയറിയിട്ട് അവരോട് പെർമിഷൻ നമ്മൾ റംബൂട്ടാൻ പറിച്ചു. റംബൂട്ടാന്റെ സീസൺ ആയിരുന്നു. പക്ഷെ അവര് നമുക്ക് കുറെ റംബൂട്ടാൻ അവരെന്നെ എടുത്തു തന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചോദിക്കാണ്ട് പറയാണ്ടൊക്കെ പൊട്ടിച്ചേട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയാ വൈബായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ
ഒരു റീൽ വീഡിയോ എൻ്റെ ഇൻസ്റ്റയിൽ കാണാൻ എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി ഗൈസ്, അതുകൊണ്ട് ഷെയർ ചെയ്യാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ ഞാനൊരു ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് എന്താ പറയുക, നമ്മളെന്തായാലും കുറച്ച് ദൂരം പോകണമല്ലോ. അപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ, ഫ്രണ്ട്സ് ചലഞ്ച് വീഡിയോ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ, അത് സിഗ്നൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ അത് പക്ഷെ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. ചേട്ടാ മാറിപ്പോട്ടെ. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അതും കാണണം. അത് നമ്മൾ നല്ല അടിപൊളി തമ്മിലൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളി സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൺ വീഡിയോ ആയിരിക്കും. അത് ഉറപ്പാണ്. ഇതും ഫണ്ണൊക്കെ ആയിരിക്കും. സുമി ഒന്ന് കയറിക്കോട്ടെ. സുമി കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിക്കയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് സുമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവളുമാര് ഷെറിനെ പറ എന്തെങ്കിലും. ഷെറിൻ ഇതിനു മുന്നേ വ്ളോഗിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ബൈ ദിസ് ഈസ് ഷെറിൻ. ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളാണ് ഷെറിൻ. കൈയടിക്കല്ല ഷെറിനാണ്. അപ്പൊ ഷെറിൻ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെറിൻ വേറെ ലെവലാവാൻ വേണ്ടി പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ സ്വന്തം ഐശു ഞങ്ങളെല്ലാ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ആതിര മതിന്നാണോ? ഐശുവിന്റെ പേര് പറഞ്ഞപ്പോഴേക്കും കൈ ഇവിടെ വരെ എത്തി. മതി മോളെ നിർത്തുന്നു. അപ്പൊ അത്രയുള്ള നമുക്ക് ഇനി സൂമിയും കൂടി കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാരാടി വരണത്? ആരാടി വരണത്? ഉല്ലാസയാത്രക്ക് പോണേണോ? ഉല്ലാസയാത്രക്ക് പോരുന്നുണ്ടോ? മതി അയ്യോടാ പാവോടാ. ബൈ ബ്രോ. ഗൈസ് അപ്പൊ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സുമി. ഇനി അങ്ങോട്ട് ഫുള്ള് വൈബാണ്. ഇനി ഫുള്ള് സെറ്റാണ്. സുമി ഞങ്ങള് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എല്ലാരും ചത്തിരിക്കാണ്. പോലെ പൊളിക്കല്ലേ കറുത്തോലെ എന്ത് വെച്ച് മുത്തേ? ഓക്കെ മുത്തേ, അപ്പൊ നമുക്ക് തുടങ്ങാം പോലെ ഷോ. അപ്പൊ അപ്പൊ നമ്മള് സെറ്റാണ്. സുമി വണ്ടി കയറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിക്കും ഇവിടുത്തെ. ഓക്കെ ഗൈസ്, ഒരു ബസ് ഇപ്പൊ പോയ പോക്കണ്ടില്ലേ? എന്ത് പോക്കാലേ പോണേ. അപ്പൊ ഇത് പോകുന്നു സുമിന്റെ ആള്. യെസ് ബൈ ബ്രോ. പിന്നെ നമ്മള് സെറ്റാണ്. ഈ ബസ്സാർ പോണം പോക്കി അപ്പൊ സുമി മൈക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഐഫോണിന്റെ മൈക്ക് എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ നിനക്ക് ഷെയർ ചെയ്ത് തരാം. വേണ്ടപ്പാ, സാറില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്റെ ഫോണിന്റെ ചാർജ് ചെയ്താണെങ്കിൽ സെറ്റാക്കാം. അപ്പളേ നമ്മളിനി നമുക്ക് ഒരു ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഗെയിമിലേക്ക് പോവാം. അതിനുശേഷമുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് സിൽവർ സ്റ്റോമിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വ്ളോഗിൽ പോവാം. നമ്മൾ വേറൊരു വ്ളോഗിൽ ഗെയിം കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്ക് നിങ്ങൾ അതും കാണണം, മറക്കരുത് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും ആദ്യം അല്ലെങ്കിൽ ഇതായിരിക്കും ആദ്യം, രണ്ടും കാണാം. ഓക്കെ, അപ്പൊ ശരി, നമ്മൾ ഇനി ഗെയിമിലേക്ക് പോവാം. ചെറിയ ചെറിയ മൊമെന്റ്സ് എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് ക്ലിപ്പ് പാട്ട് ഏറ്റിട്ടുണ്ടോ. ആദ്യത്തെ മാത്രം ഒരു വോയിസ് ഓവർ അതിടാ ഞാൻ കോളാബ് ചെയ്ത്. പിന്നെ വേറെ ഒരു സംഭവം തന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ റൈഡിൽ കയറുമല്ലോ, വലിയ റൈഡിൽ കയറുമ്പോ ബിഫോർ ആഫ്റ്ററും എഫക്ട് അതൊരു ട്രോളി ഇടണം. വന്നായിട്ട് കയറും അല്ലേ, അതെടുക്കണം. അപ്പൊ അത് 2 കണ്ടന്റ് ആയി. പിന്നെ മൂന്നാമത്തെ എന്താ വെച്ചാൽ മഞ്ഞില് നമ്മൾ കയറുന്നുണ്ട്. ഇതില് നമ്മ എല്ലാവരും ഒരുമിച്ചാണല്ലോ നിക്കുക. ലൈക്ക് ഇപ്പൊ രണ്ടുപേര് ഇപ്പുറത്തെടുത്താ 2 പേര് അപ്പുറത്തെടുത്തായിട്ട് ഓരോരോ സ്റ്റെപ്പ് എടുക്കാം. കോടാമഞ്ഞിൽ ഓഹോ മാത്രം അവര് മാത്രമാണ്. താഴ്വരയിൽ ഓഹോ. നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ കിട്ടിയിരിക്കുകയാണ്. നമ്മളവിടെ വീഡിയോ എടുത്തു. കൈമാറ്റ്. അയ്യോ, നല്ല രസമുണ്ടായിരുന്നല്ലേ, നല്ലൊരു വഴി ഇങ്ങനെ. പക്ഷെ അന്ന് വന്നപ്പോ കൊറേ കട്ടറും കുഴിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക് നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റ്, മഴയുണ്ട്. അന്നത്തെ പോലെ തന്നെ ഞങ്ങക്ക് മഴ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അന്ന് പോയപ്പോ ഇതിലല്ല റെസ്റ്റിന് നമ്മ പോയത് വേറെ വഴിയാണല്ലേ, ഏഴാച്ചുമുഖം വഴി. അത് വേണമെങ്കിൽ റിട്ടേൺ വേണമെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ റോഡ് കുറച്ച് ഷോക്കാണ്. പക്ഷെ ഇത് നല്ല രസമല്ലേ, നല്ല അത് കിടിലം ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് ആണല്ലോ ഇത്. പക്ഷെ റോഡ് അടിപൊളിയാ. ഞങ്ങൾ മലക്കപ്പാറ പോയിട്ടല്ലേ. ഓക്കെ ഗൈസ്, മലക്കപ്പാറയിൽ അടിപൊളിയല്ലേ. സുന്ദരപുരുഷൻ ഏതൊരു ആനുണ്ടല്ലേ അവിടുത്തെ. ഓക്കെ ശരി.
ചുമ്മാ നല്ല രസം തോന്നി. അപ്പൊ ഒന്ന് ഇറങ്ങി ആ ചായക്കടയിൽ പോയിട്ട് ചായ മേടിച്ചു കൊടുക്കണം പിള്ളേർക്ക്. ചായ ചായ ഒരു ചായ നിനക്കോ നിനക്കോ നമുക്കും വേണ്ടേ ചേച്ചി ഒരു ചായ സ്ട്രോങ് ചായയാണ് വേണ്ടത്. ഒന്ന് പറഞ്ഞേ. ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടും. 13 നമ്മൾ ലേറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ലേറ്റ് ആവും. 13 ഐഷു 13 എന്താ? ഏറി വാടാ മക്കളെ. നമ്മ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി വെച്ചത് എവിടെയെന്ന് ഓർക്കണ്ട. ഓസ്റ്റിന്നല്ലേ പേര്. നമ്മളെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവോ എങ്ങനെ വേണ്ട വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് സിൽവർ സ്റ്റോമിൽ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാരും സെറ്റാണ്. റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? ഹലോ പോലെ നമ്മളപ്പോ തകർക്കാൻ പോവാണ്. നിങ്ങൾ പോയോ? നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം. കമാൺ ഗൈസ്, കമാൺ. സ്റ്റാഫൊക്കെ നല്ല വെൽക്കമിങ് ആണ്. നമ്മുടെ നീ മറ്റേ നിർത്തി ബാക്കി വീഡിയോ എടുക്കാത്തൊരു കൊണ്ടുവാ. നമുക്ക് നമ്മുടെ വീഡിയോ ഓരോ റൈഡിലുള്ളവരെ കൊണ്ടെടുപ്പിക്കാതെ. ഓക്കെ, നമുക്ക് പറ്റിയ വീഡിയോ എടുത്താലോടി. സെൽഫി അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുക്കാട്ടോ. പക്ഷെ ബ്ലാക്ക് എടുത്തായിരുന്നു. എടുക്കാൻ ബ്ലാക്ക് എടുക്കാൻ വിചാരിക്കണം. പിന്നെന്ത് എടുക്കാറില്ലേ? ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. അവിടെ പാട്ടൊക്കെ വന്നു തുടങ്ങി. ഞങ്ങള് നിന്റെ മുടി അടിക്കാം, നിന്റെ മുടിനെ പറിച്ച് ചെയ്ത്. ഓക്കെ, അപ്പൊ എന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിൽവർ സ്റ്റോം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 25 വർഷം ആവുകയാണ് ഈ ഒരു വർഷം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും വരണം. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞങ്ങളത് എക്സൈറ്റഡ് ആണ്. ഓരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ വയക്കാമോ? ചാവനായോ സുമിങ്ങനെ? അത് ഓപ്പറേറ്റ്
കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. എടി ഇതേപോലെ പോസ് ചെയ്തെടി, പോസ് ചെയ്തേ. അടുത്ത നമ്മുടെ റൈഡ് കാറ് ആയിരുന്നു. കാറ് എന്താ ഡാൻസിങ് കാർ, എന്ത് കാർ, മ്യൂസിക്കൽ കാർ. അത് അടിപൊളിയായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഒരു വഴിയാക്കി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉള്ള കാരണം നമ്മൾ ഇപ്പോൾ മ്യൂസിക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് രണ്ടാമത് ചെയ്യാൻ. അയ്യോ അവരെ വീട് ഇതൊക്കെ സ്കൈ ജെറ്റ്. അതന്നെയല്ലേ ഓളും പറഞ്ഞത്. അവിടെ നോക്ക്, ഇതാണ് സ്പീഡ് ഇതിന്റെ ഗായ്സ്. അപ്പൊ ഇതാണ് മൊത്തം സിൽവർ സ്റ്റോം. കണ്ണെഴുതാൻ വന്നല്ലോ പൂമുട്ടുകളിൽ. കാറല്ലേ ഐഷു കാർ ഓടിച്ചിട്ട് ഇപ്പോഴാ ഐഷുവിന് നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്. ഇല്ല പോണോ പേടിക്കല്ലടാ, ഇന്ന് കേറി പോടാ. റോളർ കോസ്റ്റർ ആദരയില്ലടാ, ക്ഷീണിച്ചടാ. ഉറക്കല്ലേ ഇതൊക്കെ പറയും, കാണാം ആഫ്റ്റർ എഫക്ട് എന്താണ് കാണാം. എനിക്ക് പേടിയൊന്നുമില്ലപ്പാ. നമ്മള് വരട്ടെ പറ ഗൈസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പേടിയുണ്ടോ? പേടിക്കാനൊന്നുമില്ല, നല്ല സ്പീഡ്. ഇപ്പൊ മോളിൽ നിന്ന് ഒറ്റ വീഴ്ച, ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാ. ഐശ്വരാത്മാവ് ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ ദേവിക്കണ്, ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ. ആവണം മതി ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ചോറ് തിന്നാം, ചോറ് വാങ്ങിത്തരാം, മാമ വാങ്ങിത്തരാം. മാമ എടി അങ്ങനെ ആവുമ്പോ കുറച്ച് റെസ്റ്റ് എടുക്കാലോന്ന് വിചാരിച്ചടാ. മാമൻ കഴിക്കാടാ. ആ മാലയിൽ കൊടുപ്പിക്കോ, ഓണാക്കിയതാണേ. എങ്ങനെയുണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ? നീ ഇവിടെ നിന്നോ, നീ വീഡിയോ എടുത്തോണ്ട് നിന്നോ, അതിന്റെ സ്ലീവെല്ലാം ഇതാക്കിയാ മതി. മാറിക്കള പട്ടികളെ, ഒറ്റക്ക് വഴിയിട്ട് വന്നവനാടാ. പിടിക്കളാറിയില്ല. ഇനി അടുത്തതുണ്ടല്ലോ അവിടെ കിടന്ന് കാറാണ് സാധനം. ശിവൻ അടിപൊളിയാട്ടോ. എല്ലാ റൈഡിലും നിർബന്ധിച്ച് കയറ്റുണ്ട്, എല്ലാ റൈഡിലും നിർബന്ധിച്ച് കയറ്റിയിട്ട് ബേജാറാക്കണ്ട്. കൊള്ളാം.
അടുത്ത ഞങ്ങൾ ഏറി പോകാൻ പോലെ എയർപ്ലെയിന് ഏറി പോവാണ് ഗായ്സ്. കൈയൊക്കെ വിറക്കും. എന്താവോ എന്തോ. പോവാ. പച്ചക്കപ്പ്, ടീ കപ്പ്. ഓ പച്ചക്കപ്പ് അവിടെയല്ലേ. നമ്മൾ പച്ചക്കപ്പിൽ പോകാൻ പാടില്ല. വരുന്നില്ലേ? നിങ്ങൾ എന്തിനാ വന്നേ? വാട്ടർ റൈഡോ? നീയോ? വെള്ളം കുടിച്ചിട്ട് വാ. വാട്ടർ റൈഡ്. ബൈജാൻ എങ്ങനെ? ഇതെന്റെ ലാസ്റ്റത്തെ തലറക്കടി. ഈ വെള്ളം ഞാൻ ഇതെന്റെ ലാസ്റ്റ് കറക്കമായിരിക്കും. അങ്ങനല്ലടാ. അതെ അതെന്താ ഇത് മനസ്സിലായില്ല. എന്താ പറഞ്ഞേ? ആണോ? അത് വേണ്ട ഇഷു. ഞാൻ വ്ളോഗ് എടുത്തോടെ നിന്നാലോ? ഇതെന്താണ്? ഉറങ്ങാണോ? എപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്താണ്? ബൈജാൻ എപ്പടി? അവൻ്റെ അടുത്ത് എത്തുമ്പോ സംസാരിക്കണം. അവനെ കൊണ്ട് സംസാരിപ്പിക്കണം. നീ എന്താ പറഞ്ഞേ? നിന്റെ പേരെന്താണ് പറഞ്ഞേ? നീ സ്വാലിയില്ലേ? നിനക്ക് തരാടാ. നീ വന്നപ്പോ പോയാടാ. വഴി കിട്ടി വന്നവരാടാ. ഒന്നുമില്ലാടാ. ഒന്നുമില്ലാടാ. ഒന്നുമില്ല. മോട്ടിലോട്ട് കേട്ടിക്കൊണ്ട് വരാടും. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ ബൈജ്?